ലേഖയ്ക്ക് ഭയം കൂടിക്കൂടി വന്നു. അവൾ അവനോട് പറഞ്ഞു, എനിക്ക് നല്ല തലവേദനയാണ്, കുറച്ചു നേരം ഞാൻ കിടക്കട്ടെ എന്ന്. പിന്നെ അധികം ഒന്നും പറയാതെ തന്നെ അവൾ ഉറക്കത്തിലേക്ക് പോയി. അവൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിരുന്നു. പക്ഷെ അതെല്ലാം സാരമില്ല, അവൾക്ക് വയ്യാഞ്ഞിട്ടില്ല എന്ന് മനസ്സിൽ കരുതി. പക്ഷെ അവരന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നേരം വെളുത്തതും അവൾ നേരത്തെ എണീച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് അമ്മയെ സഹായിക്കാനായി എത്തി. നല്ല ചൂട് ചായ ഉണ്ടാക്കി വെച്ചിരുന്നു. അതെടുത്ത് അവൻക്കും നീയും കുടിച്ചോ എന്ന് പറഞ്ഞു. അവൾ അവൻ്റെ ഗ്ലാസ് എടുത്ത് നേരെ റൂമിലേക്ക് നടന്നു. അവൾ റൂമിൽ എത്തിയപ്പോൾ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് അവനെ ഒന്ന് തൊട്ടു. ഗുഡ് മോർണിംഗ് പറഞ്ഞു. തിരിച്ച് അവനും അവളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ചായ ഗ്ലാസ് അവന് നേരെ നീട്ടി. അവനതെടുത്ത് കുടിച്ചു. നീ കുടിച്ചോ എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു ആ എന്ന്. എങ്ങനെയുണ്ട് എൻ്റെ വീടും വീട്ടുകാരും എല്ലാവരും ഇഷ്ടമായോ എന്ന് അവൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ മറുപടി പറഞ്ഞു, ആ ഇഷ്ടമായി എന്ന്. അവൾ പറഞ്ഞു, താഴെ പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന് അവളോട് ചോദിച്ചു. അപ്പോൾ അവൻ മനസ്സിൽ അവൾ പോകണ്ട എന്നായിരുന്നു. പക്ഷേ അവൻ മനസ്സില്ലാ മനസ്സോട് പറഞ്ഞു, ആ പൊക്കോ എന്ന്. അവൻ്റെ കയ്യിലെ ഗ്ലാസും വാങ്ങി അവൾ നേരെ അടുക്കളയിലെത്തി അമ്മയെ സഹായിക്കാനായി. അവൻ ബെഡിൽ നിന്നും നേരെ എണീച്ച് ബാൽക്കണി എത്തി. പുലർന്നു വരുന്ന പ്രഭാതത്തെ വരവേൽക്കാനായി. അത് കഴിഞ്ഞ് അവൻ കുളിക്കാനായി പോയി. എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അച്ഛനും അമ്മയും അനിയത്തിയും അവളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പവും നല്ല ചിക്കൻ കറിയുമായിരുന്നു. കല്യാണ വിശേഷങ്ങളും മറ്റും അവർ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിലേക്കുള്ള സൽക്കാരമായിരുന്നു ആദ്യം. അവരെല്ലാവരും ഒരുങ്ങാൻ തുടങ്ങി. അവളൊരു പച്ചയായിരുന്നു സാരി. അവൾ റൂമിലേക്ക് മാറ്റാനായി കയറി. അങ്ങനെ അവൾ സാരി ഉടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ കടന്നുവരവ്. അത് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സാരി ഉടുത്തിരിക്കെ അവനെ കണ്ടതും അവൾ തിരിഞ്ഞു നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സോറി, ഞാൻ കണ്ടില്ല എന്ന്. എന്നിട്ട് പറഞ്ഞു, ഈ കളർ സാരി നിനക്ക് നല്ല മാച്ചുണ്ടെന്ന്. അവൾ പറഞ്ഞു, ഏട്ടൻക്കുള്ള ഡ്രസ്സ് ഞാനവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടതും അവൻ മാറ്റാനായി ഒരുങ്ങി. താഴെ എല്ലാവരും അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും മാറ്റി റെഡിയായി കാറിൽ കയറി. അങ്ങനെ അവൾ യാത്രയായി. ഇവരെ വരവേൽക്കുവാനായി അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. കയറി ചെന്നതും വെൽക്കം ഡ്രിങ്ക് എല്ലാവർക്കും കിട്ടി. പിന്നെ കഴിക്കാനായി ഒരുങ്ങി. അവൾ എല്ലാവരുമായി പെട്ടെന്ന് കമ്പനി ആകുന്ന ടൈപ്പായിരുന്നു. എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. വീടെത്തിയതും അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നേരെ റൂമിലേക്ക് കയറി. അപ്പോഴാണ് അച്ഛന് പണിക്കാരുടെ ക്യാഷ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അവനതെല്ലാം കഴിച്ച് നേരെ റൂമിലെത്തിയതും പതിവ് പോലെ തന്നെ അവൾ അന്നും നേരത്തെ കിടന്ന് ഉറങ്ങിയിരുന്നു. അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നിരാശയായി പിന്നെയും അവളെ നോക്കി ബെഡിൽ അങ്ങനെ കിടന്നു.